മൂപ്പര് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്, ഈ ആയത്തിൽ വസീലത്ത് ശിർക്ക് തെളിയിച്ചാൽ, ഈ ആയത്തിൽ വസീലത്ത് ശിർക്ക് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു. ഓ, അങ്ങനത്തെ കൊടുങ്കൈയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് ചെയ്യണ്ട. മനസ്സിലായില്ലേ? ആരപ്പടെ ഈ ആയത്ത് വസീലത്ത് ശിർക്കുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഖുറാഫികളെ പണ്ട് വെല്ലുവിളിക്കലുണ്ടല്ലോ, ഇതോ നബിദിനാഘോഷം ശിർക്കാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് നബിദിനുണ്ടോ? ഇതുപോലത്തെ വെല്ലുവിളി. അപ്പൊ മുപ്പര വെല്ലുവിളി എന്താ വെല്ലുവിളിക്കണോ? എന്നിട്ട് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞത് കാണാതെ പോയത്, അങ്ങനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുക്കുക. വിശുദ്ധ ഖുർആൻ എടുത്ത് സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തെടുക്കുക. അതൊന്ന് ഓതി നോക്കുക. അതിലുള്ളത് ജിന്നിനോടുള്ള സഹായവേട്ടമാണ്. ജിന്നിനോടാണ് കാവൽ തേടുന്നത്. അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായവേട്ടം അത് ശിർക്കല്ല. ജിന്നിനോട് നടത്തിയ ഇസ്തിആനത്ത്, ജിന്നിനോട് നടത്തിയ ഇസ്തിആദത്ത്, ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത്, ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ്, ഹാജറുള്ള ജിന്നുകളോടാണ്, കേട്ട ജിന്നുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് വസീലത്ത് ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തുന്ന പ്രൂഫ് പോയിന്റ് ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ പ്രൂഫ് പോയിന്റ്, അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീലത്ത് ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസ്സിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ ഞാൻ പറയുന്നു, കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പിറ്റേ ദിവസം അതിന്റെ 1-ാമത്തെ പേജിൽ വിസ്ഡം വാദിക ജിന്നുവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ? എന്തിന്? ഈ ആയത്തിൽ പറഞ്ഞത് ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നാണ് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? അതാ തെളിയിക്കണ്ടേ. അതവിടെ പൊളിച്ചെന്നെയാണ്. ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നാണെന്ന് നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനം തെളിയിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞ ശിർക്കാണെന്നാ. ഞങ്ങൾ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ശിർക്കാണ്. ഞാനിവിടെ വായിച്ചു. ഈ ആയത്തിൽ വസീലത്ത് ശിർക്കുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ പറയാത്ത കാര്യം വെല്ലുവിളിച്ച് ആളാകാൻ നോക്കണ്ട. നിങ്ങൾ പൊതുജീവിതം അങ്ങനെ അവസാനിപ്പിക്കല്ലേ. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കല്ലേ നിങ്ങള്. നിങ്ങൾ തെളിയിക്കേണ്ട എന്താ അറിയോ? ഈ ആയത്തിൽ നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനമാണ് ഞാൻ ഇവിടെ തെളിയിച്ചു. ഞാൻ അവസാനിപ്പിക്കാൻ. സഹോദരന്മാരെ, ഇവിടെ ശരിക്കും കാരണന്മാർ മനസ്സിലാക്കുക, ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു പുതിയ വാദം കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വസീലത്ത് ശിർക്കുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. വസീലത്ത് ശിർക്കുണ്ടെന്നത് ഹനീഫ് കായ്ക്കയുടെ പ്രബന്ധത്തിലുണ്ട്. ഈ പ്രബന്ധം, ഈ വസീലത്ത് ശിർക്ക് നമ്മൾ പലതവണ വായിച്ചതാണ്. ഇതിവിടെ വസീലത്ത് ശിർക്ക് ഇവിടെ ഈ കേരളത്തിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആദ്യമായി കൊണ്ട് പറഞ്ഞത് വിസ്തക്കാരല്ല, ചില പണ്ഡിതന്മാരുടെ എന്തെങ്കിലും വസ്തുവകളും ജിന്നോട് സഹായം തരുന്നതിനെ കുറിച്ച് വസാലു ശിർക്ക്, തറായി ശിർക്ക് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. മൊത്തത്തിൽ ജിന്നുകളല്ല എല്ലാതരം സഹായത്തേട്ടങ്ങളെ കുറിച്ചുള്ള ഇത്തരം പ്രയോഗങ്ങൾ. മറിച്ച് ഈ വിഷയത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനുമില്ല, മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ്. ഞാൻ ചോദിക്കുന്നു, ഇതിൽ കവിഞ്ഞ് എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞതെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത് നിങ്ങൾ എഴുതിയതല്ലേ. ഇതിനപ്പുറം ഞങ്ങൾ ഒരു ചുക്കും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇഹ്യാഉ തറാസുൽ ഇസ്ലാമി നിങ്ങൾക്കെതിരെ കത്തുണ്ട്. ആ കത്തിൽ ഉള്ള വാചകം ഞങ്ങൾ പലതവണ വായിച്ചു കേൾപ്പിച്ചതാണ്. ഞാൻ കോഴിക്കോടും വായിച്ചിരുന്നു. ഈ ഇഹ്യാഉ തുറാസിനെതിരെയുള്ള കത്ത്, ഇത് നിങ്ങളുടെ എഴുതിയ ഈ കത്ത് ആർക്കുള്ളതാണ്? ഇതാ അബ്ദുള്ള കോയ മദനി, റഈസ് നദ്വത്തുൽ മുജാഹിദീൻ, അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ ഫാറൂഖി റഹ്മത്തുള്ളാഹി അദ്ദേഹം മരിച്ചുപോയി. മുഹീദ്ദീൻ മുഹമ്മദ് ഉമരി അദ്ദേഹം മരിച്ചുപോയി. മുഹമ്മദ് മദനി പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ആദിൽ അവസാനുള്ള ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ഇഹ്യാഉ തുറാസ് എഴുതിയ കത്തിൽ പറഞ്ഞ ഇസ്തിആനത്തും ബിൽ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം ഇത് തെറ്റാണെന്ന് പറയാൻ കായക്കുടിക്ക് തയ്യാറുണ്ടോ? ഇതിൽ പറഞ്ഞതിൽ ഒരു അക്ഷരം
ഇതിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ കൂട്ടിപ്പറഞ്ഞതായിക്കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ അബൂമറിന്റെ കത്ത് വലിയ വിവാദാക്കിയല്ലോ. അബൂമറിന്റെ കത്ത് അത് നിങ്ങൾക്ക് പ്രശ്നമായി. അബൂമറിന്റെ കത്ത് ഞങ്ങൾ എഴുതി കൊടുത്തപ്പോ, അബൂമറിന്റെ കത്ത് എഴുതി കൊടുത്തപ്പോ അതേ വാചകമാണ് ഞങ്ങൾ എഴുതി കൊടുത്തത്. ഞാൻ ചോദിക്കുന്നു, കായക്കൊടി അബൂമറിന്റെ കത്തിലുള്ള വാചകം തന്നെ ഇല്ലത് എന്താ നിങ്ങൾ എഴുതി കൊടുത്ത കത്താകുമ്പോ പ്രശ്നം? ഇഹ്യാഉ തറാസിന്റെ കത്തിൽ നിങ്ങൾക്ക് എന്താ മിണ്ടാൻ ധൈര്യമില്ലാത്തത്? ഇഹ്യാഉ തറാസ് നിങ്ങൾക്ക് എഴുതിയ കത്ത് അതെന്താ പറഞ്ഞത് കേട്ടോ? എന്താ ഞാൻ ഒന്നുകൂടി വായിച്ചേക്കാം. والراجح والله أعلم أن الاستعانة بالجن أنواع منها ما هو شرك ومنها ما هو وسيلة إلى الشرك ويحرم جميعا من باب سد الذريعة على الشرك فالعلماء متفقون على هذا القول الراجح ولا خلاف فيه بين أهل العلم. أهل العلم ഇടയിൽ തർക്കമില്ലാത്ത വാദമാണ് ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വാദമെന്ന്. നിങ്ങൾക്ക് പേര് വെച്ചുകൊണ്ട് ഇഹ്യാഉ തറാസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങളൊന്ന് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതേപോലെ തന്നെ ഇഹ്യാഉ തറാസ് പറഞ്ഞൊരു വാചകമുണ്ട്, വറുജു ഇലാ കിബാരിൽ ഉലമാഇ ഫിൽ മംലക്കത്തിൽ അറബിയ്യത്തി സഊദിയ مثل الشيخ عبد العزيز آل الشيخ والشيخ صالح الفوزان والشيخ صالح آل الشيخ حفظهم الله والرفع لهم تلك المسائل الخلافية. ഞങ്ങൾ ചോദിക്കുന്നു, ഇതിൽ പറഞ്ഞ ഈ സലഫി പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരാണ്. ഇഹ്യാഉ തറാസ് പറഞ്ഞ വാചകം ഞങ്ങൾ തയ്യാറാണ്. ഈ സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് വിഷയം മടക്കാൻ ഇന്ന് CD ടവറിലുള്ള ആളുകൾ തയ്യാറുണ്ടോ? ഉണ്ടോ? ഇത്രക്കെന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ പേരിലാണ് ഞങ്ങളെപ്പറ്റി പാച്ച നുണങ്ങൾ പറഞ്ഞത്.